ഇപ്പം ഈ കഴിഞ്ഞ വിഷുവിന് ആലപ്പുഴ ചേർത്തലയിൽ മന്തി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ശ്രീകൃഷ്ണൻ്റെ പടവും വച്ച് മന്തിയും വച്ച് പരസ്യം. ശുദ്ധ അസംബന്ധം എന്നല്ലാണ്ട് വേറെന്താണ് പറയുക? അതിൻ്റെ ഉടമ പറയുന്നത്, ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ പരസ്യം കൊടുത്ത വേറൊരാളിനാണ്, പുള്ളിയാണ് ചെയ്തതെന്നാണ്. ഒരിക്കലുമല്ല. ഞാനൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവരത് എന്നെ കാണിക്കും. എന്നെ കാണിച്ച് അത് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവരത് പരസ്യം ചെയ്യൂ. ഇത് ഈ കട ഉടമ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം. പക്ഷേ ഇക്കാര്യത്തിൽ ഒരാൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്യരുത്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരാൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം നമ്മൾ പലരും ഫാമിലിയായിട്ടും അല്ലാതെയും വിശ്വസിച്ചാണ് ഓരോ കടകളിൽ പോയി ഫുഡ് കഴിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഇന്ന് ഇങ്ങനെ ചെയ്തെങ്കിൽ നാളെ എന്ത് വിശ്വസിച്ച് നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കും? നമ്മളെ കുട്ടികൾ പോയി ഫുഡ് കഴിക്കുന്നു, നമ്മൾ കഴിക്കുന്നു, നമുക്ക് വേണ്ടപ്പെട്ടവർ കഴിക്കും, അല്ലെ പോട്ടെ, എല്ലാവരും പൊതുജനങ്ങൾ മൊത്തം അവിടെ നിന്ന് ഫുഡ് കഴിക്കും. എന്ത് വിശ്വസിച്ച് കഴിക്കും? എത്രയും പെട്ടെന്ന് ആ ഹോട്ടൽ പൂട്ടുക. ആ ഹോട്ടൽ ഇനി വേണ്ട, അത് പൂട്ടുക. അതാണ് ഇതുപോലുള്ളവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. കാരണം ഒരു കട തുടങ്ങി ആ കട നന്നായിട്ട് ക്ലച്ച് പിടിച്ച് പോകുമ്പോൾ പണം വരുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തും. അപ്പോൾ വേണ്ടാത്തതൊക്കെ തോന്നും. അതിനി നാളെ ഇതിലും വലുത് തോന്നും. കാരണം ഇന്നിപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് അരമണിക്കൂറിന് കഴിയുമ്പോൾ അയാൾ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ അയാൾക്കറിയാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ശിക്ഷ. അയാളെ ഇറക്കാൻ ആളുണ്ടാവും, ഇതിൻ്റെ പിന്നിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, അതും രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഈ കട ഇനി വേണ്ട. ജനങ്ങൾ ഒന്നിച്ച് ആ കട പൂട്ടിക്കുക. അത് ആരായാലും, ഇന്നിപ്പോൾ പുള്ളി ചെയ്ത് നാളെ മറ്റൊരാളാകും, അത് ആരായാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആരായാലും, ആര് ചെയ്താലും ഈ ഒരു ശിക്ഷ തന്നെ കൊടുക്കണം. ഇതിൽ ആരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും പുള്ളി ആരും സപ്പോർട്ട് ചെയ്യരുത്. കാരണം നമ്മൾ എല്ലാവരും വിശ്വസിച്ച് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു കടയാണ്. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് പോയി ഫുഡ് കഴിക്കും? ഇതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടാ പുള്ളിക്ക്? അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. ഇത് മനഃപൂർവ്വം പുള്ളി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. ഇത് ആ നാട്ടുകാർ, ജനങ്ങൾ, പോലീസ്, വേണ്ടപ്പെട്ട അധികാരികൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കട പൂട്ടിക്കുക. ഉറപ്പായിട്ടും കട പൂട്ടിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് അതിന് ഒരു എക്സ്ക്യൂസും കൊടുക്കരുത് ആരും. ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.